ഇന്നലെയൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തിയ സങ്കടപ്പെടുത്തിയ വാർത്തയായിരുന്നു കോഴിക്കോട് താമരശ്ശേരിയിൽ ഈങ്ങാപ്പുഴയിൽ നിന്ന് കേട്ടത്. ലഹരിക്കടിമയായ ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ വാർത്ത. യാസിർ എന്നായിരുന്നു അയാളുടെ പേര്. അയാളെ പോലീസ് പിടികൂടുകയുണ്ടായി. ഇനിയിപ്പോൾ അയാളെ കസ്റ്റഡിയിൽ വാങ്ങണം. തെളിവെടുപ്പ്, മറ്റു കാര്യങ്ങളൊക്കെ വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ളവയൊക്കെ നടത്തേണ്ടതുണ്ട്. നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ലതീഷ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അത് ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്ത കൂടിയായിരുന്നു. ലതീഷ്, ഗുഡ് മോർണിംഗ്. നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ഈങ്ങാപ്പുഴയിൽ യാസിർ സ്വന്തം ഭാര്യ ഷിബിലയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം. ലഹരിയുടെ അടിമയായിരുന്നു ആ മനുഷ്യനെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങണമല്ലോ. തെളിവെടുപ്പ്, കൂടുതൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തേണ്ടതുണ്ട്. കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടോ? മനു, ഗുഡ് മോർണിംഗ്. കസ്റ്റഡി അപേക്ഷ നിലവിൽ നൽകിയിട്ടില്ല. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ, ഇന്നല്ലെങ്കിൽ നാളെ നൽകുമെന്നാണ് പോലീസ് ഇന്നലെ അറിയിച്ചത്. എന്തായാലും ഇന്നലെ രാത്രി 8:00 പ്രതി യാസിറിനെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് പ്രതിയെ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി ഷിബിലയുടെ സംസ്കാര ചടങ്ങുകളും നാട്ടിൽ തന്നെ നടന്നു. ഷിബിലയുടെ ഉമ്മയും ഉപ്പയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നലെ വീട്ടിലെത്തി ഫോറൻസിക് സംഘവും പോലീസും തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. അതേപോലെ തന്നെ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഫോറൻസിക് വിഭാഗത്തിലെത്തിച്ച് ആ തരത്തിലുള്ള തെളിവെടുപ്പും ഇന്നലെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ. അതേപോലെ പ്രതിയിൽ നിന്നും ഈ കൊലയ്ക്ക് ഉപയോഗിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം, കത്തി, വാഹനത്തിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിലാണ് നിലവിൽ അന്വേഷണം ഉള്ളത്. എന്തായാലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം കൊല നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മനു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുടെ 3 വയസ്സുകാരിയുടെ മുന്നിലിട്ടാണ് ഒരു അമ്മയെ അച്ഛൻ തന്നെ കുത്തി കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് തടയാൻ ശ്രമിച്ച ഷിബിലയുടെ മാതാപിതാക്കളെയും യാസിർ കുത്തി പരിക്കേൽപ്പിച്ചു. ഈ സമയത്ത്, അതായത് കൊല നടത്തിയ സമയത്ത് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുടുംബ വഴക്കും ഷിബില സ്വന്തം വീട്ടിലേക്ക് വന്നതുമാണ് ഈ കൊലയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു വിളിച്ച ഘട്ടത്തിൽ വരാൻ തയ്യാറല്ല എന്ന് ഷിബില ആവശ്യപ്പെട്ടതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ കൊലയ്ക്ക് പ്രേരണയായതെന്നാണ് പോലീസിന് പ്രതി യാസിർ നൽകിയ മൊഴി. എന്നാൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. മുമ്പും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുടുംബ വഴക്കുണ്ടായിട്ടുണ്ട്. ഷിബില തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ സംസാരിച്ചതിനെ തുടർന്ന് വീണ്ടും യാസിറിനൊപ്പം പോവുകയാണ് ഉണ്ടായത്. എന്നാൽ യാസിർ സ്ഥിരമായി ലഹരിക്ക് അടിമയാണെന്നും ലഹരി സംഘത്തിൽപ്പെട്ട ആളാണെന്നും തിരിച്ചറിയുന്നതോടുകൂടി വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം വീണ്ടും തിരിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 1.5 മാസമായി സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം അവരുടെ SSLC ബുക്കും ആധാർ കാർഡും ഈ കൊല നടത്തിയ മെനയാന്ന് വൈകിട്ട് പ്രതി തന്നെ നേരിട്ട് വീട്ടിലെത്തിക്കുന്നു. വൈകിട്ട് തിരിച്ചു വരാമെന്നും നമുക്ക് സലാം ചൊല്ലി പിരിയാമെന്നും പറഞ്ഞാണ് അദ്ദേഹം വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം പോകുന്നത്. എന്നാൽ വളരെ ആസൂത്രിതമായി തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് വാഹനത്തിലെത്തുകയും നോമ്പ് തുറക്കുന്ന സമയം നോക്കി കൂടുതൽ ആളുകളും ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി വീട്ടിലെത്തുകയും 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കൃത്യം നടത്തി രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ട പ്രതിയെ രാത്രി വൈകി അർദ്ധരാത്രിക്ക് 12 മണിക്ക് ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ, അല്ലെങ്കിൽ നാട്ടുകാർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടുന്നത്. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് പ്രതിയെ ഇന്നലെ കോടതിയിലും അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലുമെല്ലാം നമ്മൾ കണ്ടത്. എന്തായാലും ഈ പ്രതി കഴിഞ്ഞ ദിവസം ലഹരിക്ക് അടിമയായ മകൻ ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന ദാരുണമായൊരു സംഭവം ഈ പ്രദേശത്ത് തന്നെ, ഈ പുതുപ്പാടി മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ആഷിഖിൻ്റെ സുഹൃത്തു കൂടിയാണ് യാസിർ എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായി. ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോയെല്ലാം പുറത്തു വന്നിരുന്നു. ഈ ഒരു വിവരം കൂടി അറിഞ്ഞതോടെയാണ് ഷിബില പൂർണ്ണമായും യാസിറിനെ ഒഴിവാക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ 2 കൊലപാതകത്തിലേക്കും നയിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതി യാസിറിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.